അല്ല ഹാർട്ടോ മറ്റോ പോയെന്നോ പോകാൻ പോകുന്നോ ഒക്കെ സതി പറയുന്നത് കേട്ടല്ലോ. എന്നതാ കാര്യം? ഒന്നുമില്ല ചേട്ടത്തി, ഒരു ചൊല്ലുണ്ടല്ലോ, അന്തം വിട്ട പ്രതി എന്തും ചെയ്യുന്നു. ചെയ്തു പോയതാ ഒരു ചെറിയ നമ്പര്. എനിക്ക് തോന്നി. പക്ഷേ ഒരു കാര്യം ഓർമ്മ വേണം, കുറച്ചു പേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാവരെയും കുറച്ചു കാലത്തേക്ക് പറ്റിക്കാം. പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റത്തില്ല വിശ്വനാഥ. ഞാനും നരേന്ദ്രനും എല്ലാവരെയും പറ്റിക്കുന്നില്ലല്ലോ, കുറച്ചുപേരെ, രണ്ടുപേരല്ലേ ഉള്ളൂ. വിശ്വാസ് സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. സാറിന് ഹാർട്ട് അറ്റാക്ക് ആണ്? അതെ. കാർ എന്ന് പറഞ്ഞാൽ ഹാർട്ട് പിടിക്കുമല്ലേ? ഈ കാർന്ന് കേട്ടാലേ എനിക്ക് ദേഹം അങ്ങോട്ട് തളരും, തൊണ്ട വരളും. പക്ഷേ ഇപ്പൊ 2 പ്രാവശ്യം നമ്മൾ കാറെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് സാറിന് കുഴപ്പമൊന്നുമില്ല. അതാ ഈ അസുഖത്തിന്റെ പ്രത്യേകത സുഗുണ. സ്വന്തം വീട്ടുകാര് പറയുമ്പോഴേ നെഞ്ചു വിലങ്ങും. അത് ഭയങ്കര അസുഖമാണ്. ഞാൻ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. കാർ വിശ്വാസ് സാറിന് കാറുണ്ട്, കാർ മോഷണം പോയി. ഇപ്പൊ തൃപ്തിയായില്ലേ? അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ സുഗുണ. കുട്ടപ്പ വണ്ടി എടുക്ക. ശരി, കാർ കാർ എന്നാ ഞാൻ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യട്ടെ. ഈ ലോകത്ത് ഒരുപാട് കാറുണ്ട്. ദിസ് ഈസ് എ കാർ. ദാ ഒരു കാർ പോകുന്നു. എനിക്കൊരു പ്രശ്നമില്ല. എന്നാ ഞാനും പോട്ടെ. That is a car. This is a car. ദോ ഒരു കാർ. വിശേട്ടാ എന്താ? ഒന്നുമില്ല. ഞാനേ അപ്പൊ അതിനെ കുറിച്ചല്ല ചോദിക്കുന്നേ. ഏതിനെ കുറിച്ച്? വേണ്ട, അത് പറഞ്ഞ ചേട്ടന് വീണ്ടും നെഞ്ചു കോച്ചി പിടിക്കും. ഞാൻ അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കാതെ പറയട്ടെ. ആ വാക്ക് കേൾക്കുമ്പോഴല്ലേ ചേട്ടന് പ്രയാസം വരണേ. എന്താ സതി? ചേട്ടാ, ആ വസ്തു ഇപ്പൊ എവിടെ ആയിരിക്കും? എസ് ഐ എന്തിനാ അന്ന് അങ്ങനെ സംശയിച്ച് ചോദിച്ചേ? ഏത് വസ്തുവാ സതി? ആ വസ്തു വേണ്ട, ഞാനത് വരച്ച് കാണിച്ചു തരാം. പക്ഷെ കൊന്നാലും ഞാൻ എന്റെ പേര് പറയത്തില്ല. ഇപ്പൊ കണ്ടോണേ, ശ്രദ്ധിച്ച് കണ്ടോണേ. സംയമനം പാലിക്കണം. ഓക്കേ, ഇത് കണ്ട? നീ എന്താ സതി കാണിക്കുന്നേ? ഓക്കേ, അതൊക്കെ ഉണ്ട്. കണ്ട? സംയമനം പാലിക്കണം. കണ്ട? ഈ പടത്തിൽ കാണുന്ന വസ്തു ഏതെന്നാ എനിക്ക് അറിയേണ്ടത്. ഇത് ബസ്സാണല്ലോ. ഇതേത് ബസ്സാ സതി? ബസ്സോ? ബസ്സല്ല. പിടികിട്ടി. ബോട്ട് വാങ്ങണോ? അയ്യോ, അതിനൊക്കെ ഒരുപാട് കാശ് വേണ്ട സതി. ബോട്ടല്ല ചേട്ടൻ, സൂക്ഷിച്ചു നോക്ക്. ചേട്ടാ, അതെ എനിക്ക് പെയിന്റിങ്ങിന് ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുള്ള ചേട്ടൻ സൂക്ഷിച്ചു നോക്കി. മനസ്സിലായി, ലോറി. ചേട്ടാ, ഇത് ലോറിയല്ല, കാറിന്റെ പടമാണെന്ന്. ഞാൻ ഓർമ്മിക്കാതെ കാറെന്ന് പറഞ്ഞു. സോറി. വീണ്ടും ചതി പറ്റിപ്പോയോ പപ്പ? മക്കളെ, ഞാൻ അതിന്റെ പേര് മറന്നുപോയടാ. ആ ഉരുണ്ടുകൊണ്ട് പോണ സാധനമില്ലേ മക്കളെ, സ്റ്റിയറിംഗ് പോലിട്ട് കറക്കും. പേര് പറയല്ലേ ചേട്ടാ, ഞാൻ ഓർത്തില്ല. ചേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? ചെറിയൊരു ആശ്വാസമുണ്ട്. ദൈവമേ, ഞാൻ ഇനി അങ്ങനെ പറയത്തില്ലേ. അത് കണ്ടുപിടിച്ചവനെ എന്റെ കയ്യിലോട്ട് ഇപ്പൊ കിട്ടണം. അബദ്ധത്തിന് വിളിച്ചു പോയി. അനിയാ, പൈസ തരാം, പോ. എനിക്ക് കുറച്ച് വെള്ളം താ. വെള്ളം തരാം ചേട്ടാ. ഈ വെള്ളം പോരാ, നല്ല ചൂടുവെള്ളം താ. ശരി ഏട്ടാ, കൊളുത്തിപ്പിടുത്തല്ലേ. ഞാൻ പോയി എടുത്തോണ്ട് വരാവേ. പോട്ടെ ഞാൻ. ദൈവമേ, കാത്തോണേ. എന്റെ അമ്മോ, ഈ കാർ എന്റെ കൊണ്ടേ പോവുള്ളോ? നെഞ്ചിന് വേനൊന്നും ഇല്ലല്ലോ അല്ലേ? അയ്യോ, ഇതെന്തായി വരച്ചു വെച്ചിരിക്കുന്നത്?